ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 19 റിവ്യൂ ആണ്. പുറത്ത് ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ മാറാൻ കാത്തു നിന്നാൽ റിവ്യൂ വൈകുന്നത് കൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിന്റെ ഇൻട്രൊഡക്ഷനിൽ ആരെ കുറിച്ചിട്ട് പറയും? ജിൻഡോ കാക്കനെ കുറിച്ചിട്ട് പറയാം. ജിൻഡോ കാക്ക അസാധ്യ ഗെയിമറാണ്, ബുദ്ധി രാക്ഷസനാണ്, ഭയങ്കര പ്ലാനിങ് ആണ് എന്നൊക്കെ പൊതുവേ ഒരു വിലയിരുത്തലുണ്ട്. ഇത്തവണ ബിഗ് ബോസിന് പുറത്തുള്ള ഡിസ്കഷനിൽ അധികം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല, കാരണം അതിനുള്ള സംഭവമില്ല. എന്നാലും ഇൻബോക്സിൽ വന്ന ഒരു മെസ്സേജിന്റെ മറുപടി ആയിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് അത്ര പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അയാൾ ഒരു ബുദ്ധി രാക്ഷസനാണ്, ഭയങ്കര പ്ലാനിങ് ആണ് എന്നൊന്നും. അയാളെ കാണുന്ന സമയത്ത്, അയാളുടെ അപ്രോച്ച് ഒക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് പുള്ളി ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അയാൾക്ക് വലിയ ഗെയിം പ്ലാൻ ഒന്നുമില്ല, അയാൾക്ക് ചില തോന്നലുകളുണ്ട്. ആ ഒരു തോന്നലുകൾ അയാൾ മുന്നും പിന്നും നോക്കാതെ എക്സ്പ്രസ് ചെയ്യും. ഇത് കേൾക്കുന്ന ആൾക്ക് തോന്നും ഇയാളുടെ എന്തോ വലിയ പ്ലാൻ ഉണ്ട്, ഇയാൾ ഭയങ്കര ബുദ്ധി രാക്ഷസനാണ്. ഇങ്ങനെ ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗെയിമാണ് ശരിക്കും ജിൻഡോയ്ക്കുള്ളത്. ഇപ്പോൾ ജിൻഡോയുമായിട്ട് ആർഗ്യുമെന്റിന് നിൽക്കുന്ന ആളുകളെ നമുക്ക് ഹൗസിൽ കാണാൻ പറ്റും. അവർ ജിൻഡോയായിട്ട് ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്കൊരു ഐഡിയ ഇല്ല അവർ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. കാരണം ജിൻഡോ അത്രയധികം കൺഫ്യൂസ് ചെയ്യും. ഇപ്പം ഗബ്രി പറഞ്ഞതുപോലെ ബ്ലെയിം ഷിഫ്റ്റ് നടത്തും. അതേപോലെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിന്റെ വേറൊരു വശത്തെ കുറിച്ചിട്ട് ജിൻഡോ തിരിച്ചു പറയും. ഇത് ജിൻഡോയ്ക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. ഞാൻ റിവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് ജിൻഡോയുടെ ശിഷ്യനായിട്ടുള്ള ഒരാൾ ഇവിടെ കമന്റ് ചെയ്തിരുന്നു, ജിൻഡോ ചേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിയൽ ലൈഫിൽ നിന്ന് ഒരാൾ അങ്ങനെ കമന്റ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് തോന്നി ഇയാൾ സംസാരിക്കുന്നത് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗെയിമാണ് പുള്ളിക്കുള്ളത്. അതേപോലെ മുന്നും പിന്നും നോക്കാതെ ഊഹാപോഹങ്ങളാണ് എന്നുണ്ടെങ്കിലും എടുത്തടിക്കും. അതേപോലെ പുള്ളി കുറെ ഗെയിം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ എടുത്ത് ട്രൈ ചെയ്യും. ഇന്ന് പുള്ളി 2-3 സാധനങ്ങൾ എടുത്തങ്ങ് അടിച്ചായിരുന്നു. ജാസ്മിൻ, ഗബ്രി, നോറ, റസ്മിൻ അങ്ങനെയുള്ള ആളുകൾ പുറത്തു നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എന്നൊരു ഊഹാപോഹമാണ്. പിന്നീട് പുള്ളി അത് പിൻവലിച്ചു. ആ ഒരു സമയത്ത് തന്നെ നോറ അതേപോലെ തന്നെ ജിൻഡോ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ പുറത്ത് പ്രചരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വല്ല ഉണ്ടോ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടേ. അതേപോലെ പുള്ളി പറഞ്ഞൊരു സംഗതിയുണ്ട്, പുള്ളി വലിയ കണ്ടുപിടുത്തം പോലെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഹൗസിലുള്ള ആളുകൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പല അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവർ മൈക്ക് ഊരി വെച്ചിട്ട് 2 ബാത്റൂമുകളിലായി കയറും, അങ്ങനെ ആ ഒരു ഭിത്തിയിൽ കൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ശരിയാണ്, അങ്ങനെ ഒരു ചാൻസ് തള്ളിക്കളയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ കഴിഞ്ഞ സീസൺ കണ്ട സമയത്ത് ഞാൻ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ചിട്ട് ആലോചിച്ചാണ്. പിന്നെ ഇത്തവണ ഡ്രസ്സിംഗ് റൂം ഉണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ നിന്നിട്ട് ജാസ്മിനെയും ഗബ്രിയെയും വാൺ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അന്ന് പല ആളുകളും തമാശയ്ക്ക് കമന്റ് ചെയ്തതുപോലെ ഉള്ളത് ഞാൻ പിന്നീട് അടുത്ത ദിവസം വീഡിയോയിൽ കണ്ടു. കുറെ വീഡിയോസ് ജാസ്മിനെയും ഗബ്രിയും ബിഗ് ബോസ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കയ്യോടെ പൊക്കി. ആരും കാണാതെ ഡ്രസ്സിംഗ് റൂമിൽ ജാസ്മിനും ഗബ്രിയും ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്പനിയിലിട്ടിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിന്റെ ഒരു സാധ്യത പുള്ളി കണ്ടെത്തുന്നുണ്ട്. പിന്നെ എന്താണ്, ഓടുന്ന വഴിക്ക് ഗെയിമിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് അവിടെ ഉണ്ട് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതും ജിൻഡോയുടെ ഭീകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണണോ? ഇതിനേക്കാളും ഭീകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തം, കുറച്ചും കൂടെ രസമുള്ളത് എന്ന് എനിക്ക് തോന്നിയത്, ഉപകാരപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയത്, പവർ റൂമിൽ സംസാരിക്കുന്നത് പുറത്ത് കേൾക്കാമെന്ന് ജിൻഡോ കണ്ടെത്തിയതായിരുന്നു. അത് കുറച്ചും കൂടെ നൈസായിട്ട് എനിക്ക് തോന്നി. ടോട്ടലി ഈ ദിവസങ്ങളിൽ ജിൻഡോ ആണ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ജിൻഡോ ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അത് ജിൻഡോയുടെ എന്തെങ്കിലും ഗെയിമിലെ ഒരു അപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റോക്കി ഇല്ല, സിജോ ഇല്ല, അങ്ങനെ ആരും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ജിൻഡോ ആയതുകൊണ്ടാണ് ജിൻഡോ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നത്. ക്യാമറയ്ക്കും വേറെ റെക്കോർഡ് ചെയ്യാനില്ലല്ലോ. ഗബ്രിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസരം നശിപ്പിക്കുകയാണ്. ഗബ്രിക്കൊക്കെ ഇപ്പോൾ പൊങ്ങി വരാൻ പറ്റുന്ന നല്ല അവസരമായിരുന്നു. ഗബ്രി ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഒക്കെ ആയിട്ടൊന്ന് സഹകരിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ജാസ്മിനുമായിട്ട് ചേർന്നിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ഗബ്രി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ ഒരേ ലെവലിൽ തന്നെ ഗെയിം കളിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഇന്ന് ഗബ്രി കാണിച്ച ഒരു മണ്ടത്തരം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്ലിപ്പ് കണ്ടതാണ്. മറ്റേ ജിൻഡോയുടെ അടുത്ത് വെറുതെ മറ്റേ സെക്ഷൽ ഹരാസ്മെന്റ്, ലിപ് ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം. ഈ ജിൻഡോയെ പോലുള്ള ഒരു ഗെയിമറുടെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു സാധനം ഇട്ട് എന്തിനാണ് ഒരു ഗെയിം കളിച്ച് ഗബ്രിയൊക്കെ സ്വന്തം വാല്യൂ ഇടിക്കുന്നത്? എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. എന്തൊരു ഗെയിമറാണ് ഗബ്രി എന്ന് എനിക്ക് തോന്നിപ്പോയി. വീണ്ടും ജിൻഡോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ, നോറ, ഗബ്രി അവർക്കിടയിലുള്ള ചില പണിഷ്മെന്റ് കൊടുക്കലുകൾ, ജിൻഡോ എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ വ്യക്തി വൈരാഗ്യം കൊണ്ടുവരിക, അത് ജിൻഡോയുടെ ഗെയിമല്ല, അത് ജിൻഡോയുടെ സ്വഭാവമാണ്. ജിൻഡോ ഗെയിം കളിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ചുമ്മാ ഇങ്ങനെ ക്രൂക്ഡ് ആയിട്ടുള്ള ചില ഐഡിയകളൊക്കെ പ്ലാൻ ചെയ്ത വ്യക്തിയാണ്. അതിനകത്തൊന്നും എനിക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ചുമ്മാ പുള്ളി അടിച്ചു വിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു ബുദ്ധിരാക്ഷസൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കൽക്കണ്ട മലയെ ഒറ്റയ്ക്ക് നുണയാനായിട്ട് ആര് വരും എന്നുള്ളതായിരുന്നു പാട്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒറ്റയ്ക്ക് നുണയാനായിട്ട് ഗബ്രി വരുമോ, അതേപോലെ ഇനിയിപ്പോൾ സിജോ തന്നെ തിരിച്ച് വരണോ, അതോ ഇനിയിപ്പോൾ ജിൻഡോ വരുമോ എന്നൊക്കെ ഉള്ളതായിരിക്കാം ആ ഒരു പാട്ടിന്റെ മീനിങ്. എല്ലാത്തിനും അർത്ഥം ഉണ്ടല്ലോ. ജിൻഡോ, റസ്മിൻ ചേരുന്ന പവർ ടീം അവരുടെ അധികാരമൊക്കെ നിലനിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അധികാരം നിലനിർത്തുന്നത് ടോട്ടൽ പ്രേക്ഷകർക്ക് നല്ലതാണ്. കാരണം ഒത്തിരിയധികം ആളുകളിലേക്ക് പവർ ടീം പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ നിലനിൽപ്പിനെ ഓർത്തിട്ടൊക്കെ
ഗെയിമിലേക്ക് ആക്റ്റീവ് ആകും. അപ്പം അവർ പവർ ടീമിൻ്റെ പവർ നിലനിർത്തി. അപ്പോൾ അവർ രാവിലെ തന്നെ എല്ലാ ആൾക്കാരെയും വിളിച്ച് മോർണിംഗ് ആക്ടിവിറ്റികളിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ യോഗ, മോർണിംഗ് എക്സസൈസുകളൊക്കെ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏറ്റവും വിറ്റായിട്ട് തോന്നിയത് ജാൻമണിയുടെ ചില വർത്തമാനങ്ങളാണ്. ജാൻമണി പറഞ്ഞ്, എൻ്റെ മോർണിംഗ് ടൈം ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കത്തൊന്നുമില്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ ടൈം വേണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ പീടിയൊക്കെ വലിച്ച് ബാത്റൂമിലൊക്കെ പോയി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണോ പറയാൻ ഉദ്ദേശിച്ചത്, എനിക്കറിയത്തില്ല. ബിഗ് ബോസിലേക്കൊക്കെ വരുമ്പോഴത്തേന് കുറച്ച് അൺഹെൽത്തിയർ ആയിട്ടുള്ള പ്രാക്ടീസസ് ഒക്കെ മാറ്റി വയ്ക്കാനായിട്ട് ട്രൈ ചെയ്തുകൂടെ? കാരണം എല്ലാ ആൾക്കാരും ഒന്ന് കൺട്രോൾ ചെയ്തിട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ജാൻമണി അദ്ദേഹത്തിൻ്റെ അഡിക്ഷൻ ഒരു കാർഡായിട്ട് ഇറക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, എനിക്ക് വയ്യ, ഞാൻ ഇങ്ങനെയൊക്കെ കട്ടൻപീടിയും അല്ലെങ്കിൽ സിഗരറ്റൊക്കെ വലിച്ചിട്ട് മോർണിംഗ് ഒക്കെ തുടങ്ങുന്ന ഒരാളാണ്, നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് നിങ്ങളുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടൊന്നും ഗെയിം കളിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നിങ്ങളുടെ ഏത് തരം അർജികളെയും ഏത് തരം അഡിക്ഷനെയും മാറ്റി വെച്ചിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. ഭക്ഷണം ഭയങ്കര ക്രേവിംഗ് ഉള്ള ആൾക്കാരുണ്ട്, അതെല്ലാം ഇവിടെ വന്നിട്ട് ആൾക്കാർ സഹിക്കുന്നില്ലേ? അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും ജാൻമണിയുടെ സിഗരറ്റ് അത് കേട്ടിട്ട് മടുത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇന്നത്തെ എപ്പിസോഡിലും ലൈവിലും ഒക്കെ ഭൂരിഭാഗം ഈ ജിൻഡോ, റസ്മിൻ, പണിഷ്മെന്റ്, മണിയടി അതൊക്കെ തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നല്ല നല്ല ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലായിട്ടും പവർ റൂം ഉണ്ടാക്കുന്ന അട്രോസിറ്റീസിന് പരിഹാരം കേൾക്കുക എന്നുള്ളതായിരുന്നു ബാക്കിയുള്ള ആളുകളുടെ മെയിൻ പരിപാടി. പിന്നെ നോറ വെറുതെ ഏതോ സൈഡിൽ കിടന്ന നോറയാണ്. നോറയ്ക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ജിൻഡോയ്ക്ക് കൊടുക്കണം. കാരണം ജിൻഡോ ഇല്ല എന്നുണ്ടെങ്കിൽ നോറ ഇല്ല. നോറ ശരിക്കും കയറി വന്നത് തന്നെ ജിൻഡോയുടെ ഒരു ഗെയിം കൊണ്ടാണ്. ഇനിയിപ്പോൾ അവർ തമ്മിൽ വേറെ വല്ല പ്ലാൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അല്ലാതെ നോറ എങ്ങനെയാണ് തിരിച്ച് ഗെയിമിലേക്ക് വരിക? സിജു ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നോറ ഇല്ല, സിജു ഉണ്ടെങ്കിൽ ജിൻഡോ ഇല്ല, ജിൻഡോ ഇല്ല എന്നുണ്ടെങ്കിൽ നോറ ഇല്ല. അതേപോലെ നോറ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത് കണ്ടു. അദ്ദേഹം ഡിവോഴ്സ് ചെയ്യാണ്, അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു, ജിൻഡോയുടെ പുറകെ ഞാൻ നടന്നു എന്നൊക്കെ ആളുകൾ പറഞ്ഞു, എൻ്റെ വീട്ടിലിറങ്ങി എന്ത് ചെയ്യും? അയ്യോ, പരമദാരിദ്ര്യം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇവിടെ ഗെയിം കളിക്കാൻ പറ്റുമോ? ആ ജാസ്മിനെയും ഗബ്രിയൊക്കെ കണ്ടുപിടിക്കുക, നല്ല ചീത്തപ്പേര് പുറത്തുണ്ടാവും, തൻ്റെ ഹേറ്റേഴ്സൊക്കെ പൂർവാധികം ശക്തിയോടെ ഉണർന്നിട്ടുണ്ടാവും എന്നൊക്കെ നല്ല ഉറപ്പ് ജാസ്മിനുണ്ട്. അതേപോലെ മറ്റേ പഴയ കാമുകന്മാരാണെന്ന് പറഞ്ഞ് ഡെയിലി ഓരോരുത്തന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാരൊക്കെ മറ്റേ ഈ ജാസ്മിൻ പുറത്തുണ്ടായിരുന്ന സമയത്ത് ഇതൊന്നും പറയത്തില്ലായിരുന്നു. ജാസ്മിൻ അകത്തേക്ക് പോയപ്പോഴത്തേനും എല്ലാവരും കൂടെ ഞാൻ പഴയ കാമുകൻ എന്നൊക്കെ പലയിടത്തു നിന്ന് പല ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറൊരുത്തം മറ്റേ കൈസ്, ഇതേ അവളുടെ പഴയ കാമുകന്മാര് അമ്മാതിരി വിറ്റൊക്കെയാണ് പുറത്തെടുക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടുപിടിക്കും. നോറയൊക്കെ ചുമ്മാ ഒരുമാതിരി ചീത്തപ്പേര് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നോറ ആൻഡ് ജാസ്മിൻ പുറത്തുനിന്ന് ഫ്രണ്ട്സ് ആണ് എന്നുള്ളത് അതൊരു പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പക്ഷെ അവര് എന്തോ കാരണത്താൽ മൊത്തത്തിൽ ഉടക്കി എന്നൊക്കെ ഉള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഉടക്കും അകത്തുള്ള കളിയൊക്കെ പ്ലാൻഡ് ആണോ എന്നുള്ള ഒരു സംശയം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. കാരണം പല സാഹചര്യങ്ങളിലും നോറയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജാസ്മിൻ ചാടി അങ്ങോട്ട് വരാറുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവർ ഭയങ്കര ബദ്ധശത്രുക്കളെ പോലെ അഭിനയിക്കുകയും ചെയ്യും. ഇന്നത്തെ പവർ റൂം ചലഞ്ച് ഭയങ്കര ദൈർഘ്യത്തോടെ മുന്നോട്ടേക്ക് പോയതാണ്. ചലഞ്ച് തീരുന്നില്ല. ആ ബ്ലോക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ആ ഒരു ബ്ലോക്കുകൾ ഇങ്ങനെ മറിച്ചിട്ട് ബോൾ ബക്കറ്റിൽ വീഴ്ത്തുന്ന ഒരു പരിപാടി. അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ റസ്മിൻ അതേപോലെ തന്നെ ജിൻഡോ കയറി വന്നതിന് അവർക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടികൾ കൊടുക്കണം. ആദ്യ അവസരങ്ങളൊന്നും ജിൻഡോ സമ്മതിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല റസ്മിനെ ഒന്ന് ഫ്രീ ആയിട്ട് ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനായിട്ടോ ഒക്കെ. റസ്മിൻ്റെ കിളിയൊക്കെ പോയി. ജിൻഡോ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ജിൻഡോയുടെ മറ്റേ ബ്ലോക്ക് ഉരച്ച് മിനുസപ്പെടുത്തി ലെവലാക്കുന്ന ആ ഒരു പ്ലാൻ ഏറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ടാമത്തെ ലെവലിലേക്കൊക്കെ വന്നപ്പോഴത്തേന് ടോട്ടൽ ആ ഒരു ടാസ്കിൽ ഒരു മാറ്റം കൊണ്ടുവന്നായിരുന്നു. അത് തീരുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം ബിഗ് ബോസ് അത് ലൈറ്റാക്കി കൊടുത്തു. അങ്ങനെയാണ് ആ ഗെയിം മുന്നോട്ടേക്ക് പോയത്. അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു. ഭയങ്കര രസമായിട്ട് എല്ലാ ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഗ്യാലറി ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്സര ശരണയ്ക്ക് ആദ്യം കണ്ടിട്ട് പറഞ്ഞില്ലേ എന്ത് സിമ്പിളാണ്, ഞാനങ്ങോട്ട് വരട്ടെ എന്നൊക്കെ. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ മലപ്പുറത്തൊക്കെ ആണോ ഇതുപോലെ ഒരു ഡയലോഗ് പറയാറുണ്ട്. ഈ ഗ്യാലറി ഒന്ന് ഫുട്ബോളുകൾ കാണുമേ ആൾക്കാർ. അപ്പം കളിയൊന്നും അറിയത്തൊന്നുമില്ല, എന്നാലും കളി അങ്ങോട്ട് മൂപ്പ് കയറിയിട്ട് അട്ടി നായിൻ്റെ മോനെ ഗോൾ എന്നൊക്കെ വിളിച്ചു പറയും. ഇറക്കിയിട്ട് അടിക്കത്തൊന്നുമില്ല. അവിടെ ഉള്ളവരറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ അപ്സരയും ശരണയൊക്കെ വന്ന് നല്ല രീതിയിൽ ട്രൈ ചെയ്തു. ഭയങ്കര ദൈർഘ്യമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. എന്നാലും പവർ റൂമിൻ്റെ ആ ഒരു പവർ അവർ നിലനിർത്തി എന്ന് പറയുമ്പോഴത്തേന് കുറേ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വേറെ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഇല്ല. ആളുകളുടെ അഭാവത്തിൽ മറ്റൊരാളുടെ ഗെയിം പൊങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി അവരുടെ ഗെയിം അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ശരണ്യ, ശ്രീതു, പിന്നെ ആരാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ, നോറ, ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് തന്നെ അവരുടെ ഗെയിം മാറിയിട്ടൊന്നുമില്ല, വേറെ ആൾക്കാർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്.
ഇപ്പോൾ സിജോയൊക്കെ തിരിച്ചു വരികയാണ് അല്ലെങ്കിൽ വൈൽഡ് കാർഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ നേരെ ബാക്കിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. പിന്നെ ശരണ്യ ഈ ഒരു ഫോമിൽ പോവുകയാണെങ്കിൽ മുന്നോട്ടേക്ക് വരും. ശ്രീരേഖ ഗെയിം മാറ്റി പിടിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ശ്രീരേഖയുടെ ഗെയിം മറ്റേ ഇല്ലത്തൂന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്ത് എത്തിയില്ല എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. എന്താണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നുള്ളത് പുള്ളിക്കാർക്കും പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. പിന്നെ ജാൻമണി പഴയ പോലെ ഒന്നുമല്ല. ജാൻമണി ഇപ്പം എന്തുവാണ് അവിടെ ചെയ്യുന്നത് എനിക്കറിയില്ല. ആ ഫോമൊക്കെ അങ്ങ് നശിച്ചു. ബിഗ് ബോസ് ഫോർമാറ്റിൻ്റെ ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്, അത് ജാൻമണി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആൾക്കാരൊന്നും അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഋഷിയൊക്കെ ഞാൻ പ്രതീക്ഷേനേക്കാളും കൂടുതൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ക്യാപ്റ്റൻസി സത്യം പറഞ്ഞാൽ അൻസിബയ്ക്ക് ആപ്റ്റാണ് കേട്ടോ. ഒന്നും ചെയ്യണ്ടല്ലോ, നിന്നാൽ മതിയല്ലോ, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ മതിയല്ലോ. ഒരു ജന്മിനെ പോലെ അങ്ങ് നിന്നാൽ മതി. ഈ ക്യാപ്റ്റൻസിയുടെ ഗെയിം ഓർക്കുന്നില്ലേ? റോക്കി, അതേപോലെ തന്നെ സിജോ, അൻസിബ, മൂക്കൊണ്ട് മണ്ണ് വാരിയ ആളാണ് അൻസിബ. എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കൊന്നും പറ്റത്തൊന്നുമില്ല. നിർദ്ദേശങ്ങൾ, പ്ലാനിങ്ങുകൾ, മേൽനോട്ടം, ഈ പരിപാടികളാണ് ഗെയിമിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അൻസിബയൊക്കെയാണ്. അപ്പം അൻസിബയും അങ്ങനെ കയറുമെന്ന് എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള ആളുകൾ അവിചാരിതമായിട്ട് ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോയതുകൊണ്ടാണ്. ഗെയിം കൊണ്ട് അവർ പുറത്തേക്ക് പോയതല്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പുറത്തേക്ക് പോയതാണ്. അപ്പം സിജോ തിരിച്ചു വരും ഉടനെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് സീസൺ 6 ഇന്നത്തെ ദിനത്തിലെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. കുറച്ചൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. കാരണം രാവിലെ ആടുജീവിതത്തിൻ്റെ ഒരു വൈബിലായിരുന്നു. ആടുജീവിതം കണ്ട് റിവ്യൂ ഒക്കെ ഇട്ട് ഗംഭീര സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഇടയ്ക്കത്തെ കുത്തിത്തിരിപ്പ് ഡിസ്കഷൻസൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. നന്ദി.